ഈ പ്രപഞ്ചത്തിലെ എന്തൊരു സാധനത്തിനും എന്തുണ്ട്? ഒരു തുടക്കം, ഒരു കയറ്റം, ഒരു മെച്യൂരിറ്റി സ്റ്റേജ്, ഒരു ഡിക്ലൈൻ സ്റ്റേജ്. ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു ഗ്രോയിങ് സ്റ്റേജ് ഉണ്ട്, ഒരു മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ട്, ഒരു ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ട്. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു പീരീഡ് ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഏത് ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് ഈ സൈക്കിളിൽ പെട്ടിരിക്കും. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത 12 വർഷം നമ്മൾ ഉണ്ടാക്കാത്ത പൈസ ചിലപ്പോൾ 12 ആഴ്ച കൊണ്ട് നമുക്ക് കിട്ടിയെന്നിരിക്കും. ആ സമയത്ത് ബിസിനസ്സിൽ കാശുണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായി വിനിയോഗിക്കാൻ പഠിച്ചില്ലെങ്കിൽ നമുക്കറിയില്ല ഇത് എത്ര നാൾ എന്ന്, എത്ര നാൾ അത് കിട്ടും, എത്ര നാൾ ആ പ്രോഫിറ്റിൽ ഈ ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി സ്റ്റേജിൽ നമ്മുടെ ബിസിനസ് നിൽക്കും എന്ന് നമുക്കറിയില്ല. പല ബിസിനസ്സുകാരുടെയും പ്രശ്നം ഇവിടെ എത്തി ഇങ്ങനൊന്ന് കയറുമ്പോഴത്തേന് ഇവർ വിചാരിക്കും ഇനി എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് പോയി ഡിഫൻഡർ എടുക്കും. എന്നിട്ട് EMI 3.5-4 ലക്ഷം രൂപ. അപ്പോഴത്തേക്കിന് ഇവിടെ വെച്ചാണ് വണ്ടി എടുക്കാൻ തോന്നിയത്. അത് കഴിഞ്ഞ് EMI അടച്ചു തുടങ്ങുമ്പോൾ ബിസിനസ് ഇവിടെ എത്തി. ഈ പീരീഡ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ലക്കായിരിക്കാം, ചിലപ്പോൾ ഒരു ട്രെൻഡ് ആയിരിക്കാം, നമുക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി, ആ പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മളുടെ പേഴ്സണൽ ഫിനാൻസ് ബിൽഡ് ചെയ്യാൻ പറ്റണം.